കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് തീരദേശത്ത് വലിയ കെടുതികൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പുലിമുട്ട് നിർമ്മാണം പ്രത്യേകിച്ചും പൂന്തറ ഭാഗത്തൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം ആന്റണി രാജു MLA നമുക്കൊപ്പം ചേരുന്നുണ്ട്. കല്ല് കൊണ്ടുവരാൻ ക്വാറികളിലേക്ക് കൊണ്ടുവരാനുള്ള അനുമതി ജിയോളജി തടയുന്നത് മൂലം നമുക്കിവിടെ കല്ലെത്തിക്കാൻ കഴിയില്ല. പണം അനുവദിച്ചു, ദുരന്ത നിവാരണ പദ്ധതിയിൽ അനുവദിച്ച പണത്തിൻ്റെ പേരിൽ കല്ലിടാൻ വന്നപ്പോൾ ക്വാറികളിൽ നിന്ന് കല്ല് കൊണ്ടുവരുന്നതിന് ജിയോളജി വകുപ്പ് തടയുകയാണ്. അതിന് ഞാൻ കളക്ടറായിട്ട് ഇന്നും സംസാരിച്ചിട്ടുണ്ട്. ജിയോളജി വകുപ്പുകാരായിട്ട് സംസാരിച്ചിട്ട് ഈ തീരപ്രദേശത്തെ കടലാക്രമണം തടയുന്നതിനുള്ള കല്ല് അടിയന്തരമായിട്ട് എത്തിക്കുന്നതിന് ജിയോളജി വകുപ്പ് ഒരു ഉദാരമായ സമീപനം സ്വീകരിക്കണമെന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടർ ജിയോളജിക്കാരുമായിട്ട് സംസാരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നിയോജകമണ്ഡലത്തിൽ ആ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് പ്രപ്പോസ് ചെയ്ത ഏക പദ്ധതി വലിയതുറയിലെ പുലിമുട്ടിൻ്റെ എന്ന ആവശ്യമാണ്. നേരത്തെ ഒരു 3 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ വലിയതുറയുടെ പ്രദേശത്ത് പുലിമുട്ടിടാനുള്ള ഒരു നിർദ്ദേശം ഗവൺമെൻറ് വെച്ചതാണ്. എന്നാൽ അന്ന് പരിസരവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്കയുണ്ടായിരുന്നു, പുലിമുട്ടിട്ട് കഴിഞ്ഞാൽ മത്സ്യബന്ധനം സുഗമമായിട്ട് നടത്തുന്നതിന് തടസ്സം വരുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ആ പദ്ധതി അന്ന് നടപ്പാക്കാൻ കഴിയാതെ പോയത്. അന്നത് എഗ്രി ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പുലിമുട്ടുകളെല്ലാം പൂർത്തിയാകുമായിരുന്നു. പക്ഷേ ഈ വീടുകൾ ഇത്രമാത്രം തകരില്ലായിരുന്നു, ആ ഭാഗത്ത് തകരില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആളുകൾക്ക് ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ നിരവധി മീറ്റിംഗ് വിളിച്ചിട്ടും അന്ന് അതിനോട് അനുകൂലമായ നിലപാടല്ല പലരും സ്വീകരിച്ചത്. ഇപ്പോൾ അവർക്ക് തന്നെ ബോധ്യമായി പുലിമുട്ടിൻ്റെ ആവശ്യമെന്നുള്ളത്. വലിയതുറ ഭാഗത്ത് ഗ്രൗണ്ടിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് MLA ഫണ്ടിൽ നിന്ന് 33 ലക്ഷം രൂപ അനുവദിച്ച് ജിയോ ബാഗിൽ താൽക്കാലികമായ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വലിയതുറയിൽ ഇപ്പോൾ ഈ പറയുന്ന 7 കോടി രൂപയുടെ ഇപ്പോൾ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കൊച്ചു തോപ്പ് പ്രദേശത്താണ് ഒരു ഗ്യാപ്പ്, ഒരു 120 മീറ്റർ ഗ്യാപ്പാണ് ഇനി ഫില്ല് ചെയ്യാനുള്ളത്. അവിടെ കടൽ ഇട്ടിട്ടുണ്ട്, ആ കല്ല് താണുപോയി. അവിടെ ഫില്ല് ചെയ്യുന്നതിനുള്ള 2 കോടി രൂപയുടെ ASI ടെൻഡറായി കഴിഞ്ഞിരിക്കുന്നു. അതിനോടപ്പുറത്തൊരു 30 മീറ്ററിൻ്റെ ഗ്യാപ്പുണ്ട്. അവിടെയും 30 ലക്ഷം രൂപ അനുവദിച്ച് അതിനും ടെൻഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധിക്കുന്ന ജനങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പ്രതിഷേധത്തിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നത്? ഇതൊക്കെ ഇതിൻ്റെ പിന്നെ രാഷ്ട്രീയമല്ലേ? തെരഞ്ഞെടുപ്പ് ഇനി 1 വർഷമല്ലേ, ലോക്കൽ ബോഡി ഇലക്ഷൻ വരികയല്ലേ? പുലിമുട്ട് നിർമ്മാണം എല്ലാ അർത്ഥത്തിലും വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരപ്രദേശത്തെ ജനങ്ങൾ ഒരു തരത്തിലും ആശങ്ക വെക്കണ്ട എന്നുള്ളതിനെയാണ് സ്ഥലം MLA കൂടിയായിട്ടുള്ള ആന്റണി രാജു വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.